തൊടുപുഴയാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നു. എന്നാൽ തൊടുപുഴക്കാർക്ക് ആശങ്ക ഈ നടപ്പാലം വെള്ളത്തിൽ പോകുമോ എന്നാണ്. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു തുടങ്ങിയ ഈ പാലം മെയിന്റനൻസ് ചെയ്യാൻ വരെ സാധിക്കാത്ത അവസ്ഥയാണ്. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലെ കടുത്ത മഴയിൽ തൊടുപുഴയാർ കരകവിയാൻ തുടങ്ങുന്നു. തീരപ്രദേശ നിവാസികൾ ആശങ്കയിലാണെങ്കിലും മഴയുടെ ശക്തി അനുസരിച്ച് ഡാം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നതിനാൽ വലിയ ആശങ്കയ്ക്ക് വഴിയില്ല. ഇടുക്കി കളക്ടർ IAS വി വിഘ്നേശ്വരിയുടെ നിർദ്ദേശപ്രകാരം ഡാമുകളെല്ലാം തന്നെ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മഴയുടെ ശക്തി അനുസരിച്ച് ഡാം ഷട്ടറുകൾ ക്രമീകരണമായി ഉയർത്തി ജലത്തിന്റെ അളവ് കർശനമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമൂലം തീരപ്രദേശത്ത് ഉള്ളവർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഭീതി നിലനിൽക്കുന്നത് തൊടുപുഴയുടെ കുറുകെയുള്ള പാലത്തിന് ചേർന്ന് നിൽക്കുന്ന ഈ നടപ്പാതയാണ്. ഏതാണ്ട് 35 വർഷക്കാലം പഴക്കമുള്ള ജീർണിച്ചു തുടങ്ങിയ കമ്പി കൊണ്ടുള്ള ഈ നടപ്പാത മെയിന്റനൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ അവസ്ഥ. എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ എല്ലാം പൊളിഞ്ഞു പോരുന്ന രീതിയിലാണ്. ചില പാളികൾ തന്നെ ഇളകി തുടങ്ങി. തകിടുകൾ കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞു തുടങ്ങിയതും അടിഭാഗവും സൈഡുകളും എല്ലാം കടുത്ത തുരുമ്പ് പിടിച്ചാണ് ഇരിക്കുന്നത്. നടക്കുമ്പോൾ ഇളകി തുടങ്ങുന്ന ഈ പാലത്തിൽ കൂടി നടക്കുന്നത് ജനങ്ങൾക്ക് മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഇതിനു മാത്രം ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഉദ്യോഗസ്ഥർ സർക്കാർ തലത്തിൽ ഇല്ല. നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തം ആണോ ഇല്ലയോ എന്ന് അടുത്ത കൗൺസിൽ യോഗത്തിൽ ബഹുമാനപ്പെട്ട തൊടുപുഴ ചെയർമാൻ കൗൺസിൽ അംഗങ്ങളും തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പാലത്തിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രയും വേഗം ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊടുപുഴയാറ് നിറകവിഞ്ഞൊഴുകാറാകുമ്പോൾ ആദ്യം വെള്ളം കയറുന്ന സ്ഥലമാണ് നമ്മുടെ തൊടുപുഴ KSRTCയുടെ ഉൾഭാഗം. ഇന്ന് രാവിലെ KSRTCയുടെ വർക്ക്ഷോപ്പ് ഭാഗം അണ്ടർഗ്രൗണ്ട് മുഴുവനും തന്നെ വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ വെള്ളം മോട്ടോർ വെച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പുഴയോരത്തോട് ചേർന്ന് കിടക്കുന്ന ആകാശം മുട്ടി നിൽക്കുന്ന വൻ കെട്ടിടങ്ങൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങളും തൊടുപുഴയാർ അല്പം കലിതുള്ളി വന്നാൽ അടിനില മുഴുവനും വെള്ളത്തിലാകും. അതുപോലെ തന്നെ എല്ലാ വർഷവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലമാണ് തൊടുപുഴ ഇടുക്കി റോഡിലുള്ള മുസ്ലിം പള്ളിയും. പള്ളിയുടെ ഉൾഭാഗങ്ങളിലേക്ക് തന്നെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉരുൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റോഡ് മെത്തി വരെ വെള്ളം എല്ലാ വർഷവും വരാറുണ്ട്. ഇങ്ങനെയുള്ള അപകടകരമായ സൂചനകൾ എല്ലാം കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട ഇടുക്കി കളക്ടർ, റവന്യൂ, ഫയർഫോഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെന്റുകാരോടെല്ലാം കടുത്ത കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകാൻ ജാഗ്രതാ നിർദ്ദേശം 24 മണിക്കൂറും ലഭ്യമാക്കുന്ന രീതിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.